ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഞാൻ ഇന്ന് റെഡി ആയിട്ട് പോകുന്നത് നാട്ടിലോട്ടാണ്. ഞാനിപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യുവാണ് ഫോർ എ 1 വീക്ക് വെക്കേഷൻ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് രാവിലെ ഒരു 11 o'clock ആവുമ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ ഡെൻമാർക്ക് കോപ്പൻഹേഗൻ എയർപോർട്ടിൽ രാവിലെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിശന്നത് കൊണ്ട് കുറച്ച് അവിടുന്ന് തൽക്കാലം ഫുഡ് വാങ്ങിയിട്ട് തൽക്കാലം കഴിച്ചു. ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടും, പക്ഷെ അതൊരു ലേറ്റ് ആവുന്നത് കൊണ്ട് ഞാൻ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ക്യാബിൻ ക്രൂസാണ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ ക്രൂസാണ് കേട്ടോ, അവരെത്തി. അപ്പം റെഡി ടു ഫ്ലൈ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവിടുന്ന് കോപ്പൻഹേഗൻ എയർപോർട്ടിൽ നിന്ന് ഒരു സർവേ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടാബ് കൊണ്ടു തന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഞാനത് ചെയ്തു കൊടുത്തു. അത് നമ്മൾ എന്ത് ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ്സിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഒരു കൂടുതൽ എയർലൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സർവേ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പൈലറ്റ്. അപ്പം ഞാൻ പൈലറ്റിനെ ഒന്ന് സൂം ചെയ്തു. അങ്ങനെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ കയറി, ഐറ്റംസ് എല്ലാം കിട്ടി, കിറ്റ്സ് എല്ലാം കിട്ടി. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് കിറ്റാണ് കേട്ടോ എത്തിഹാദിൽ. ഇതിനകത്ത് ഐ മാസ്കും നമ്മുടെ ഒരു ഹാൻഡ് മോയ്സ്ചറൈസറും പിന്നെ ഒരു ഇയർ പ്ലഗും കിട്ടും. ഇതൊക്കെ ഞാൻ അതിനകത്താകെ ഐ മാസ്ക് മാത്രമാണ് നൈറ്റ് ടൈം ആണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രം യൂസ് ചെയ്യും. പിന്നെ ഞാനത് എടുത്തിട്ട് വരാറുണ്ട് ആ ഒരു കിറ്റ്, കാരണം നമുക്കത് വേറെ ടൈമിൽ നമുക്കിവിടെ യൂസ്ഫുൾ ആവും. നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇയർ പ്ലഗൊക്കെ തണുപ്പത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ അതാ എൻ്റെ ലഞ്ച് വന്നു. ഇതായിരുന്നു എൻ്റെ ലഞ്ച്, റൈസും ചിക്കനുമായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഇത് അബുദാബി എയർപോർട്ടാണ് കേട്ടോ. ഇതൊരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫുൾ എയർപോർട്ടിൻ്റെ ഒരു തീമും വെക്കേഷൻ വൈബിലായിരുന്നു കേട്ടോ എയർപോർട്ടും. അങ്ങനെ ഫൈനലി എൻ്റെ ഫ്ലൈറ്റ് ഇതാ എൻഡ് ചെയ്തിരിക്കുന്നു. ഞാനിതാ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ആൻഡ് ദിസ് ഈസ് വെരി സ്പെഷ്യൽ വോം വെൽക്കം ആയിരുന്നു. അങ്ങനെ ആ ഒരു 1 വീക്ക് വെക്കേഷനെ മനസ്സിൽ ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് വന്ന് ഫസ്റ്റ് തന്നെ ചെയ്തത് കുഴിമന്തി കഴിക്കുകയാണ്. ദ വെരി ഫേവറേറ്റ് വൺ. നമ്മളെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ജസ്റ്റ് ഒരു 1 ഡേ ജസ്റ്റ് ഒന്ന് കറങ്ങി, ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോയി, MG റോഡ് പോയി. അപ്പം കുറേ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളൊന്ന് ക്വിക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ആയിരുന്നു നാട്ടിലോട്ട് പോവുക. അപ്പം എൻ്റെ പുതിയ കാറിൽ ദ വെരി ഫസ്റ്റ് ലോങ് ജേണിയാണ് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂന്നാറിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ളോഗും കൂടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് ഓൺ ദ വേ നമ്മളതാ ട്രാവൽ ചെയ്യുകയാണ് തമിഴ്നാട് വഴി. ഈ ഒരു ബസ് കണ്ടപ്പോഴേക്കും എനിക്കെന്താ മനസ്സിൽ വന്നതെന്നറിയുമോ, പറക്കുംതളിക സിനിമയാണ് കേട്ടോ. ഇങ്ങനൊരു ബസ് നാട്ടിലൊന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പറക്കുംതളിക ബസ് ഓർമ്മ വന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് ആണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ നമ്മൾ ഡ്രൈവിംഗ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പ്ലേസസിലൂടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രാവലിംഗ് ഫുള്ള്. അങ്ങനെ നമ്മളിതാ കേരള ബോർഡർ എത്തിക്കഴിഞ്ഞു. ഇനിതാ മൂന്നാറിലോട്ടുള്ള വഴിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ദൂരെ കാണുന്നതാണ് മൂന്നാർ. അങ്ങോട്ടാണ് ഇനി നമ്മുടെ ഹെയർ പിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ലൊരു ഗ്രീനറി ആയിട്ടും ഒക്കെ കിട്ടി നമുക്ക്. എന്തായാലും ആ ഒരു ട്രിപ്പിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും ട്രാവലിൻ്റെ ഒരു ടയർഡ്നെസ് ഇല്ലാണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്തിട്ടും എനിക്ക് ആ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെക്കേഷനാണ്.
ഈ ഒരു ഡേയ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാ നമ്മൾ മൂന്നാറിലോട്ടുള്ള ഹെയർ പിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine. അങ്ങനെ ഒരുപാട് ഹെയർ പിൻസിന് ശേഷം നമ്മളിതാ മൂന്നാറിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദ ഹിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം കുട്ടി വാട്ടർഫോൾസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വലിയ വാട്ടർഫോൾസ് ഒന്നും അല്ല, ബിക്കോസ് മഴ അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വാട്ടറൊക്കെ നമുക്ക് കാണാമായിരുന്നു. എന്നിട്ട് നമ്മൾ വിശന്ന് പൊരിഞ്ഞ് വന്നിട്ട് ഈ ഒരു ചെറിയ കടയിൽ കയറി കേട്ടോ. അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലത്തെ അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മൾ എവിടെയാണ് താമസിക്കാനായിട്ടുള്ളത് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു സ്പോട്ട്. ഇത് ആക്ച്വലി നല്ലൊരു ഹിൽ ടോപ്പിലുള്ളൊരു റിസോർട്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ചെറിയൊരു ഒത്തിരി വലിയ പ്രോപ്പർട്ടി അല്ല, എന്നാലും ഹിൽ ടോപ്പിലാണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വ്യൂ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അവരുടെ ഒരു റിസപ്ഷനിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നു പോയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ബാൽക്കണീൻ്റെ വ്യൂ. അപ്പോൾ നമ്മൾ ഈവനിങ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൺസെറ്റൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റി. നല്ല ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആ സംഭവമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഡേ ആണ്. സോ അപ്പോൾ ഞാൻ റിയലി എൻജോയ് ചെയ്തിട്ടുള്ള ട്രാവൽ ചെയ്തുകൊണ്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് ഒരു ബർത്ത്ഡേ ദിവസം. പിന്നെ നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ എൻ്റെ ഒരു നെക്സ്റ്റ് ഇയറിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഏജിലോട്ട് കടന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് സന്തോഷമായി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി. അപ്പം ഇതായിരുന്നു കേട്ടോ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. ഇതാണ് ആ ഒരു വ്യൂ. ആ റിസോർട്ടിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ്, നമ്മുടെ ഒരു ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. ആ ലേയേഴ്സായിട്ട് നമുക്ക് ദൂരെയുള്ള മൗണ്ടൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു പ്ലസൻറ്റ് ആൻഡ് ക്ലിയർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്ന് ഫുള്ളും. പിന്നെ നമ്മളവിടുത്തെ ഫുഡെല്ലാം കഴിക്കാൻ പോയി. ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ഡൈനിങ് ഏരിയയും ഭയങ്കര സൂപ്പറായിരുന്നു. അവിടെ ഇരുന്നാലുള്ള ഡയറക്റ്റ് വ്യൂവും നല്ല അടിപൊളി വ്യൂവിലോട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതാ റിസോർട്ടിൻ്റെ പുറത്തുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളായിട്ട്. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് തന്നെ ഒരു വൈബായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്തെടുത്തൊരു നല്ലൊരു അടിപൊളി സ്പോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡും ഒക്കെ കഴിച്ച് ചായയൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ മൂന്നാറിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 1 വീക്ക് എൻ്റെ ഒരു വെക്കേഷൻ ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വെക്കേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ഐ വുഡ് ലൈക്ക് ടു ഷോ ഇൻ ദിസ് വീഡിയോ. അപ്പം ഇതാണ് എൻ്റെ ഒരു 3rd ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 3rd ഡേ ഞാൻ മൂന്നാറിൽ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഓൾസോ സെക്കൻഡ് ഡേ ആണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് കേട്ടോ റിസോർട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ പേരൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അവിടുന്ന് നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്കാണ് ഈ റിപ്പിൾ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് കണ്ടു. ഇവിടെ നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒരു 50 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു അടിപൊളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റാണ്. ആൻഡ് ഓൾസോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് ലൈൻ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടുന്ന് അതർ സൈഡിലോട്ടും
ഈവൻ അതർ സൈഡിൽ നിന്ന് വേറെ കുറച്ച് ലോങ് ആയിട്ടുള്ള സിപ്പ് ലൈൻസും ഒക്കെ ഉണ്ട്. ഇതിൽ 2 സൈഡിലും ഈ റിപ്പിൾ അഡ്വഞ്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ റൂട്ടിൽ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഇവിടെയാണ്. എനിക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദിസ് വ്യൂ. അപ്പം ഞാനൊരു 50 rupees ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു വ്യൂ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. ഇതൊരു അത്യാവശ്യം വലിയൊരു വാട്ടർഫോൾസാണ്. നമുക്കൊരു ലോങ് സൈഡ് വ്യൂ തന്നെ നമുക്കിതിൻ്റെ ഉണ്ടായിരുന്നു. ആ സ്റ്റാർട്ടിങ് ടു ഓൾമോസ്റ്റ് കുറേ ഒരു ദൂരത്തിലുള്ള നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ കാണാമായിരുന്നു. Teach me the language of rustling leaves, stories that linger on the breath of the breeze. അപ്പോൾ അടുത്ത വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. ഈ വാട്ടർഫോൾസ് എല്ലാവർക്കും അറിയുന്ന ഒരു വാട്ടർഫോൾസ് ആയിരിക്കും കേട്ടോ. ഇതാണ് ചിയപ്പാറ വാട്ടർഫോൾസ്. നമ്മൾ മൂന്നാറിൽ തൊട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഫസ്റ്റ് വണ്ടി നിർത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ചിയപ്പാറ വാട്ടർഫോൾസ്. പണ്ട് സ്കൂളിൽ നിന്നും അല്ലാണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെയാണ് ഫസ്റ്റ് നിർത്തം. മൂന്നാർ എത്താറായി എന്നുള്ള നമ്മുടെ ഒരു മനസ്സിലാവുന്നത് ഈ ഒരു ചിയപ്പാറ വാട്ടർഫോൾസ് ആണ് കേട്ടോ. അടിമാലിക്കൊക്കെ പോകുന്ന വഴിയുള്ള. അപ്പം എനിക്കിവിടെ ഭയങ്കര മെമ്മറീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രാവശ്യം ഇതിൽ പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ളൊരു വാട്ടർഫോൾസാണ്. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ആ ഒരു മെമ്മറീസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചിയപ്പാറ വാട്ടർഫോൾസും കണ്ടിട്ട് ഗോയിങ് ടു വൈക്കം എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയുള്ള വേറെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. To the open sky, oh, whispering pines, ഈ ഒരു ടൗൺ വ്യൂ നിങ്ങൾ നോക്കിക്കേ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നല്ല അടിപൊളി വാട്ടർഫോൾസ്, ലോങ് വ്യൂ ആയിട്ടുള്ളൊരു ടൗൺ ആണ്. ഇതാണ് അടിമാലി ടൗൺ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് അടിമാലി കൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നപ്പോഴാണ് ആക്ച്വലി ആ ഒരു വ്യൂ, ടൗണിൻ്റെ വ്യൂവിൽ നിന്ന് നിങ്ങരെ വാട്ടർഫോൾസൊക്കെ കാണുന്നത് കണ്ടത്. ഇത് നമ്മൾ ഇവിടെ ഇതൊരു ഡാമാണ് കേട്ടോ. the dawn paints gold on the mountain's crown, while rivers whisper ഗായ്സ്, നമ്മളെവിടെയാന്ന് നോക്ക്. ഇതിവിടുത്തെ ഡാമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് കല്ലാർകുട്ടി ഡാമും അതിൻ്റെ റിസർവോയറുമാണ് കേട്ടോ. അടിപൊളി സ്പോട്ട്. വാ. അപ്പോൾ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് സ്റ്റോപ്പായിരുന്നു ഈ ഒരു പ്ലേസിൽ. അപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ട്രെയിറ്റ് ടു മൈ ഹോം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് അമ്മേനും പപ്പനും കൂട്ടി അടുത്തൊരു ട്രിപ്പ് ഉണ്ട്. അപ്പം എല്ലാം പ്ലാൻഡ് ആണ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.